ഇവിടെ ഇനി ഈ സുഖവും ദുഃഖവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം കൂടെ പറയുന്നത്, സാധാരണ സുഖവും ആനന്ദവും. സുഖം എന്ന വാക്ക്, അതിന് പര്യായ പദങ്ങൾ കുറേയേറെ ഉണ്ട്. ഞാൻ കുറെയൊക്കെ അന്ന് പറഞ്ഞതാ. സുഖം, അതിന്റെ കൂടെ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ കുറെ പറഞ്ഞു. അതിലെ സുഖം സാധാരണ തുടങ്ങുന്നതാ. സുഖത്തിൽ നിന്നും ഓരോ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോയി എന്ന സുഖം, ആശ്വാസം, ശാന്തി, സംതൃപ്തി, ഇങ്ങനെ കുറെ വാക്കുകളുണ്ട് നമുക്ക്. ഇതെല്ലാം സുഖവുമായി ബന്ധപ്പെട്ട പര്യായ പദങ്ങളാണ്. പക്ഷെ ഈ വാക്കുകളിൽ ഏറ്റവും ഹയർ ഗ്രേഡ് വാക്കാണ് ആനന്ദം. ഞാൻ ആനന്ദിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ല. ഐസ്ക്രീം കഴിച്ചപ്പോൾ എനിക്ക് നല്ല ആനന്ദം തോന്നിയെന്ന് നമ്മൾ പറയാറില്ല. ആനന്ദം എന്ന് പറയുന്ന ബ്ലിസ് എന്ന് പറയുന്നത് അത് ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. ആ വാക്കിൽ നിന്നാണ് പരമമായ വാക്ക് വരുന്നത്, പരമാനന്ദം. മനുഷ്യന് ഭൂമിയിൽ അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. യോഗീശ്വരന്മാരൊക്കെ അനുഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്, അത് മാത്രം. അത്ര എളുപ്പമല്ല, ഭൂമിയിൽ അത് കിട്ടുന്നതല്ല. അത് നമ്മളെ ആഫ്റ്റർ ഡെത്താണ് ഇതൊക്കെ പറയുന്നത് തന്നെ. ആത്മാവിനുള്ളതാണ് ആത്മാനന്ദം, ആത്മീയ സുഖം. പക്ഷേ ഭൂമിയിൽ തന്നെ നമുക്ക് ഒരു ആനന്ദത്തിന്റെ അടുത്ത് വരെ എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ എത്തുന്നതല്ല, ഇവിടെയും ഞാൻ പറയുന്നത് അറിഞ്ഞിരിക്കുക, കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സാധാരണ സുഖവും ആത്മസുഖവും, ഇതാണ് വിഷയം. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സുഖം അത് വേറെ, നമ്മുടെ ആത്മാവിന്റെ സുഖം അത് വേറെ. അതാണ് ആന്തരിക സുഖം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബാഹ്യ സുഖങ്ങൾ, ഇത് ആന്തരിക സുഖം, അതാണ് ആനന്ദം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സുഖം എന്ന് പറയുന്നത്, സാധാരണ സുഖം എന്ന് പറയുന്നത്, നമ്മൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, ശൈശവത്തിൽ, ശിശുവായിരിക്കുമ്പോൾ, ബാല്യത്തിൽ, ആ സമയത്ത് നമുക്ക് ദുഃഖങ്ങളില്ല, പൊതുവെ ദുഃഖങ്ങളില്ല. ശൈശവത്തിലും ദുഃഖം അറിഞ്ഞും കൂടാ. ആരെങ്കിലും നുള്ളിയാൽ പോലും നമ്മൾ കരയുമെന്നല്ലാതെ നമുക്ക് വലിയ പിടിയൊന്നുമില്ലല്ലോ. കുട്ടികളായിരിക്കുമ്പോൾ ശരിക്കും പറയാൻ സുഖം തന്നെ മാത്രമുള്ള സമയമാണ്. ബാഹ്യ സുഖമാണ്, നമ്മുടെ ഭൂമിയിലെ സുഖമാണ്. അത് ശൈശവത്തില്, ശിശുവായിരിക്കുമ്പോഴും ബാല്യത്തിലും, എനിക്ക് തോന്നുന്നു ഒരു 4-5 വയസ്സ് വരെ, 3 വയസ്സ് 4 വയസ്സ്, ഓരോരുത്തർക്ക് ചെറിയ വ്യത്യാസം വരും. അത് അപ്പോൾ നമ്മളൊരു സുഖം അനുഭവിക്കുന്നുണ്ട്. അത് സുഖമാണ്, അത് ബാഹ്യ സുഖമാണ്. അത് വലിയ, വേണമെങ്കിൽ അതിനകത്ത് ആനന്ദമെന്നും പറയാം. കാരണം ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനും ആനന്ദമുണ്ട്, തിരിച്ച് ഭൂമിയിൽ ജനിച്ച കുഞ്ഞിനും ആനന്ദമുണ്ട്. കാരണം അത് പഴയതിന്റെ ബാക്കി അവന്റെ ഉള്ളിലുള്ളതാ. ആന്തരികമായിട്ടുള്ള സുഖമാണത്. പിള്ളേര് ചുമ്മാ ഇനി കിടന്ന് ചിരിക്കുന്നതൊക്കെ കാണാം. ചില പിള്ളേര് ഉറങ്ങിക്കൊണ്ട് ചിരിക്കുന്നത് കാണാം. അതൊക്കെ പറയുന്നത് അവര് പരലോകത്ത് പോയി, അവരുടെ വന്ന ലോകത്തൊക്കെ പോയി അവിടെ ചെന്ന് ചിരിച്ച് കളിച്ചിട്ട് വരുന്നതാ. അവർ ആത്മാവ് പോകുന്നതാണ്. നമ്മളെല്ലാവരും ആ പ്രണയത്തിൽ അങ്ങനെ ആയിരുന്നു എന്നാണ്. ക്രമേണ നമ്മുടെ ശരീരം വളരുന്നത് അനുസരിച്ച് നമ്മൾ ഭൂമിയിലോട്ടാവുകയാണ്. ശരീരം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. അതിങ്ങനെ വളരുന്നതനുസരിച്ച് നമ്മൾ ആത്മാവ് മറയ്ക്കും. അതിൽ പുറത്തിങ്ങനെ കവർ വീഴും, ഓരോ ഷീറ്റായിട്ട് വീഴും. അങ്ങനെയാണ് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ വഷളാവുന്നത്. ആത്മാവ് ഫുള്ളായിട്ട് ഇരിപ്പുണ്ട്, പക്ഷെ അതിന്റെ പുറത്ത് ഓരോ കമ്പിളി കൊണ്ടങ്ങനെ മൂടുകയാണ്. അങ്ങനെ മൂടുന്നതിന് മുമ്പാണ് കുറച്ചെങ്കിലും ഒരു സുഖവും ശാന്തിയൊക്കെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ കൂടെ മുതിർന്നതിന് ശേഷം, കൗമാരപ്രായവും യൗവനവും ഒക്കെ വന്നതിന് ശേഷം നമ്മൾക്ക് സുഖം വേണമെന്ന് തോന്നും. കാര്യം നമുക്കെപ്പോഴും ഓർമ്മ ഉണ്ട് ഈ സുഖത്തിനെ കുറിച്ച്, ആത്മസുഖം. പ്രത്യേകിച്ച് ആത്മാവായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴും നമ്മൾ ആത്മീയ സുഖം അനുഭവിക്കും. ആ സുഖം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ഓടുന്നത് മരണം വരെ, സുഖം തേടി. നമ്മൾ അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ കൗമാരം, യൗവനം പ്രായത്തിലൊക്കെ നമ്മൾ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സുഖത്തിന്റെ പിന്നാലെ പോകും. പിന്നെ നമ്മൾ അങ്ങനെയാവും. പിന്നെ വേറെ സുഖങ്ങൾ, മയക്കുമരുന്ന് അങ്ങനെ ഒരു സുഖമാണ്, മദ്യം അങ്ങനെ ഒരു സുഖമാണ്. നമ്മുടെ ബോധം എങ്ങനെയെങ്കിലും ഇല്ലാതാവണം. നമ്മുടെ ബോധത്തിനെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ സുഖം അനുഭവിക്കുന്നു. ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ദുഃഖമാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ബോധമില്ലാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ബോധമില്ലായ്മയാണ് ഒരു പരിധി വരെ സ്പോർട്സിൽ ഏർപ്പെടുമ്പോൾ, കളിയിൽ ഏർപ്പെടുമ്പോൾ നമ്മളെ മറക്കും.
അതാണ് ഈ സ്പോർട്സിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ശാരീരികമായ ഒരു ഇതും കൂടെ കിട്ടും. വായന, നോവൽ വായനയായാലും എന്തായാലും തൽക്കാലം നമ്മളെ മറന്നിട്ട് നമ്മൾ വേറെ ലോകത്തോട്ട് പോകും. അങ്ങനെ ചെറിയൊരു സുഖം നമുക്ക് കിട്ടും. സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ താൽക്കാലികമായി മറക്കും. ഈ ഗ്രൂപ്പ് ചേർന്ന് സിന്ദാബാദ് വിളിക്കുമ്പോഴും അതാണ് നമ്മളൊരു വ്യാജ ബോധരഹിത അവസ്ഥയിലാണ്. അത് മറ്റുള്ളവർ ഗ്രൂപ്പായിട്ട് ചേർന്ന് വേറെ ആൾക്കാരെ ആക്രമിക്കുമ്പോഴും പരദൂഷണം പറയുമ്പോഴും തെറ്റായ കാര്യങ്ങൾ ഒരുമായിപ്പെട്ടത് ഏത് ചെയ്താലും നമുക്ക് ബോധം രഹിതമാണ്. അങ്ങനെ ഒന്നാണ് മദ്യം. അതിങ്ങനെ എടുത്ത് കുടിച്ച് നമുക്ക് ബോധമൊക്കെ പോകുമ്പോൾ ഒരു അല്ലാത്തൊരവസ്ഥ. അത് കഞ്ചാവട്ടെ, മറ്റേതെങ്കിലും ലഹരി പദാർത്ഥമാവട്ടെ, നമ്മൾ പിന്നെ ഇനി പറയാൻ ഒരുപാട് ഐറ്റങ്ങളുണ്ട്, എല്ലാം പറയുന്നില്ല. ഇങ്ങനെ ഏതും നമ്മുടെ ബോധം നഷ്ടപ്പെടുത്തുന്ന സാധനങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ബോധം നഷ്ടപ്പെടുത്തി നമ്മൾ പിന്നെ വ്യാജ സുഖം അന്വേഷിച്ചു തുടങ്ങും. ഒരു 10 വയസ്സ് തൊട്ടൊക്കെ തുടങ്ങും. അത് കൗമാരപ്രായം തൊട്ട് അത് തുടങ്ങും. അത് താൽക്കാലികമായി നമുക്ക് സുഖം ലഭിക്കുന്നതാണ്. അത് ഒരു സുഖമല്ല. വാസ്തവത്തിൽ അതിന്റെ പേരിലാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ പിന്നെ ദുഃഖിക്കാൻ പോകുന്നത്. 10 വയസ്സോ 15 വയസ്സോ തൊട്ട് പുകവലിയായാലും കഞ്ചാവായാലും ലഹരിയായാലും മദ്യമായാലും മറ്റെന്തായാലും അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് താൽക്കാലിക സുഖം നമ്മൾ അങ്ങനെ അന്വേഷിക്കുന്നു. നമ്മൾ സ്വയം മറന്ന്, അതാണ് പിന്നെ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് സ്വയം മറക്കുമ്പോൾ മാത്രം. സ്വയം മറന്ന് നമ്മൾ മറ്റേതിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സുഖം അന്വേഷിക്കുന്നു. ഇത് ഇപ്പൊ പറഞ്ഞതൊക്കെ ബാഹ്യ സുഖങ്ങളാ. സ്വയം മറന്ന് നമ്മൾ സുഖം അന്വേഷിക്കുന്നു. നമ്മൾ സ്വയം മറക്കാൻ എന്തും ചെയ്യുന്നു. ഈ പരദൂഷണം അങ്ങനെയുള്ള സാധനമാണ്. ഈ സൗന്ദര്യവൽക്കരണം അതാണ്. അധികാരം സ്വയം മറക്കാനുള്ള പരിപാടിയാണ്. പണം ഉണ്ടാക്കി നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ഇല്ലാത്ത വസ്തുക്കളെല്ലാം വാങ്ങി 2 കാറ് 3 കാറ് 5 കാറ് എസ്റ്റേറ്റ് ബംഗ്ലാവ് ഇതെല്ലാം നമ്മളെ മറന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ സുഖം കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രീയം അതിന്റെ ഭാഗമാണ്. മതം ഒരു പരിധിവരെ അതിന്റെ ഭാഗമാണ്. ജാതി സംഘടനകൾ അതിന്റെ ഭാഗമാണ്. സംഘടനകളെല്ലാം അതിന്റെ ഭാഗമാണ്. നമ്മൾ ഇതിന്റെ എല്ലാം പിന്നാലെ പോകുന്നത് നമ്മളെ മറക്കാനാണ്. അതാണ് ഈ സംഘടനയുടെ കൂടെ നമ്മൾ പോകുന്നതിന്റെ സൈക്കോളജി അതാണ്. നമ്മൾ അതിന്റെ എല്ലാം അവർ എന്ത് പറഞ്ഞാലും ഇവർക്ക് നമ്മൾ ചെയ്യേണ്ടിയും വരും. നമ്മളെ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ ഐഡന്റിറ്റിയെ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാവുകയാണ്. നമ്മൾ അതിന്റെ ഒപ്പം ചെയ്യുകയാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതാണ് പരിപാടി. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇവയെന്നൊക്കെ വിളിച്ചുള്ള ബഹളമൊക്കെ കാണിക്കുക. സിനിമയെ കണ്ടില്ലേ? എല്ലാവരും ഇതാണ് കാര്യം ചെയ്യുന്നത്. അതായത് എങ്ങനെയെങ്കിലും നമുക്ക് നമ്മളെ മറക്കണം. നമ്മൾ ഒറ്റയ്ക്കിരിക്കാൻ തയ്യാറല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒറ്റയ്ക്കിരിക്കാൻ ഇപ്പോഴാണെങ്കിൽ തീർന്നു. ഇപ്പോഴൊരു കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് നമ്മളെ മൊത്തം 2 കൈയുണ്ട്. ഒരു 3-4 മൊബൈൽ കയ്യിലുണ്ട്. എന്നിട്ട് ഒരു കൈ കൊണ്ട് അതിൽ പിടിക്കുന്നു, ഒരു കൈ ഇതിൽ പിടിക്കുന്നു. ചില ആൾക്കാരെ 2 കൈയും കൊണ്ട് പ്രസ് ചെയ്യുന്നതാണ്. നമ്മളൊക്കെ ഇത്തിരി പ്രായം കൂടിയവര് ഒരു കൈ കൊണ്ടാണ് മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ എങ്ങനെ ചെയ്യുന്നതാണ്. അത് വലിയ ഒരു മുറം പോലത്തെ സാധനം കൊണ്ട് അതിലിങ്ങനെ അന്തമിട്ടിരിക്കുന്നതാണ്. അതായത് സംഭവം എന്താ, അതിൽ നിന്ന് എങ്ങനെ ആളുകൾ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളുടെ പൂർണ്ണമായും നമ്മളെ മറക്കുന്നു. നമ്മൾ ഒന്നാമതേ എന്ത് ലഹരിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് നടക്കുകയാണ്. വളരെ കുഞ്ഞുനാൾ തൊട്ട് നമ്മുടെ മുഷി ഒഴിവാക്കാൻ നമുക്ക് ബോധം ഇല്ലാതാവാൻ എന്ത് മാർഗവും നമ്മൾ നടക്കുകയാണ്. കാരണം ബോധം ഇല്ലാതാവുമ്പോഴാണ് നമുക്കൊരു സുഖം. ആലോചിച്ച് നോക്കൂ, മനുഷ്യന് വേണ്ടത് ബോധം. ഉള്ള ബോധം കുറെ കൂടെ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഭൂമിയിൽ വരുന്നത്. അതിനാണ് ഈശ്വരന്റെ നാമം ജപിക്കാൻ പറയുന്നതും ഈശ്വര വഴിയിലൂടെ യാത്ര ചെയ്യാൻ പറയുന്നതും. ബോധം നഷ്ടപ്പെടുത്തുന്ന 100,000 കാര്യങ്ങൾക്കിടയിലാണ് നമ്മൾ വന്ന് ജനിക്കുന്നത്. ആ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു പോകാനാണ് നമ്മൾ വരുന്നത്. ഉള്ള ബോധവും കൂടെ എങ്ങനെ നഷ്ടപ്പെടുത്താമെന്നുള്ളതാണ് നമ്മുടെ ഗവേഷണം. അത് നമ്മൾ മാത്രമല്ല, ഒറ്റയ്ക്കല്ല, നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത്. നീ നിന്റെ ഉള്ള ബോധത്തിനെ കളഞ്ഞാൽ നിനക്കൊരു സന്തോഷം. നോക്കൂ, വ്യാജ ബോധം, വ്യാജ സന്തോഷം, ഡ്യൂപ്ലിക്കേറ്റ് സന്തോഷം, അതാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഇതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാനാണ്. പേടിക്കാനോ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ശരിയില്ലെന്ന് പറയുന്നത് ഒന്നുമല്ല. പകരം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ. യഥാർത്ഥ ബോധം ആന്തരികമാണ്. അതിനെയാണ് ആനന്ദം എന്ന് പറയുന്നത്. അത് അപ്പൊ ചോദിക്കാൻ ഇത് എവിടെയെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ അതല്ല വിഷയം. നമ്മൾ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും ആനന്ദം വേറെയാണ്. നമ്മൾ ആനന്ദം ഒന്ന് സുഖം എന്നൊക്കെ പറയുന്നത് അത് വ്യാജമാണ്, ഫേക്കാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്.
അതിപ്പോ നമ്മൾ എത്തി നിൽക്കുന്നത് അവസാനം നെറ്റിലാണ്, ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയകളിലും. മുമ്പ് സിനിമയിലൊക്കെ വന്ന് നിൽക്കുകയായിരുന്നു നമ്മൾ. സിനിമയൊക്കെ ഉണ്ടായിട്ട് ഒരു 50 വർഷമേ ആയുള്ളൂ, 60 വർഷം മാക്സിമം. നമ്മളൊക്കെ സിനിമ കണ്ടു തുടങ്ങിയിട്ട് ഒരു 10, 30, 40 വർഷമൊക്കെ വരുള്ളൂ നേരെ സിനിമയൊക്കെ ആയി തുടങ്ങിയിട്ട്. ആ സിനിമയെല്ലാം പോയി ഇപ്പൊ അവസാനം നമ്മുടെ കയ്യിൽ ഒരു തിയേറ്ററും കൊണ്ട് നമ്മൾ നടക്കുന്നു. അതിനകത്തില്ലാത്ത ഒന്നുമില്ല. നമ്മളാണെങ്കിൽ ഒരു 500 ഗ്രൂപ്പുകളിൽ മെമ്പർ, ഒറ്റയ്ക്ക് ഏകാന്തമായിട്ടിരുന്ന് ധ്യാനിച്ച് ഈശ്വരനെ വിളിക്കാനായിട്ട് ഭൂമിയിൽ വന്ന നമ്മൾ ഒരു 1000 ഗ്രൂപ്പിൽ മെമ്പർ, ഒരു 500 ഗ്രൂപ്പിന്റെ അഡ്മിൻ. ഒരു മിനിറ്റ് പോലും നമുക്ക് സമയമില്ല. നമ്മൾ എന്തിനാ ഈ ചെയ്യുന്നത്? ഈ ഗ്രൂപ്പുകളിൽ ചേരുന്നത് എന്തിനാണ്? ഇതിന്റെ അഡ്മിൻ ആവുന്നത് നമ്മൾ ഇതെല്ലാം എന്തിനാണ്? നമ്മളെ മറക്കാൻ ഒരു മാർഗം. നമുക്ക് ആകെ ഉള്ള ഒരു മാർഗം ഏതാണ്? ഉറക്കമാണ്. എത്ര നേരം മനുഷ്യൻ ഉറങ്ങും? കുറച്ചു നേരം ഉറങ്ങിയിട്ട് എഴിച്ച ഉടൻ അപ്പുറത്തിപ്പുറത്ത് നിന്ന് 2 മൊബൈലും കൂടെ കയ്യിലെടുക്കുന്നു. എങ്ങനെ? അതിപ്പോ ലേറ്റസ്റ്റ്. എങ്ങനെ നമുക്ക് നമ്മളെ മറന്ന് നമുക്ക് സുഖം അനുഭവിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ആ സുഖമാണ് ബാഹ്യ സുഖം. നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് അതിനെയാണ്. ആ സുഖം തേടുന്നതിനാണ് പണം നമ്മൾ അന്വേഷിക്കുന്നത്. ആവശ്യത്തിന് പണം വേണ്ട എന്നുള്ള കാര്യമല്ല ഈ പറയുന്നത്. അത് സുഖമായി മാറാൻ നമ്മളൊരു മിനിമം ഒരു പൊസിഷൻ, ഒരു അധികാരം അന്വേഷിക്കുന്നു. വീട്ടിലായാലും പുറത്തായാലും പ്രശസ്തി നേടാൻ ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ലോകം മുഴുവനും നമ്മളെ അറിയണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ലോകം മുഴുവനും നമ്മളെ അറിയണം. ലോകം മുഴുവൻ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ നാട്ടുകാരെങ്കിലും അറിയണം. ഒരു ഫോട്ടോ എങ്കിലും നമ്മുടെ പത്രത്തിൽ വരണം. പത്രമൊക്കെ പോയിട്ട് എല്ലാം നമ്മൾ രാവിലെ എഡിറ്റവണം, ഓരോ റീലുകളോ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ എടുത്ത് നമ്മളെ ഫോട്ടോ എടുത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ എടുത്ത് നാട്ടുകാരെ അറിയിപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ ഹോബി. ആലോചിച്ച് നോക്കുക. നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ വലിയ താല്പര്യമില്ല. നമ്മൾ ആരെന്നും നമ്മൾ എവിടെയൊക്കെ പോയി, ഞാനിപ്പോ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ എത്തി, ഞാൻ ഇപ്പൊ ട്രെയിനിന്റെ മുമ്പ് ഹൈ സ്പീഡിൽ വരുന്ന ട്രെയിനിന്റെ മുമ്പ് കൂടെ കുറുകെ ഓടുന്നു, ചാടുന്നു എന്നും പറഞ്ഞ് എന്തെല്ലാം നമ്മൾ കാണിക്കുന്നു. ഇത് മുഴുവൻ നമ്മളെ മറന്ന് നമുക്ക് മറ്റേതെങ്കിലും കാര്യത്തിൽ മുഴുകാനുള്ള ശ്രമം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം. ഈ സുഖവും നേരത്തെ പറഞ്ഞതുപോലെ ബാഹ്യ സുഖമാണ്, യഥാർത്ഥ സുഖമല്ല, നിലനിൽക്കുന്ന സുഖം അല്ല. നമുക്കെപ്പോഴൊക്കെ സ്വയം ബോധം ഇല്ലാതിരിക്കുന്നുവോ, നമുക്ക് നമ്മളെ കുറിച്ച് എപ്പോഴൊക്കെ ഓർമ്മയില്ലാതിരിക്കുന്നുവോ, അപ്പോൾ ലഭിക്കുന്നതിനെയാണ് നമ്മൾ സുഖമെന്ന് വിളിക്കുന്നത്. അതാണ് സാധാരണ സുഖം, കോമൺ സുഖം, സാധാരണ സുഖം. നമുക്ക് നമ്മളെ മറന്ന് നമ്മളെ കുറിച്ചുള്ള ബോധം നമുക്കില്ലാതിരിക്കുമ്പോൾ, ഒരു വലിയ ഗ്രൂപ്പിന്റെ കൂടെ ഒരു ജാഥയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ നമ്മളെ മറക്കും. അതുകൊണ്ടാണ് ഈ ജാഥക്കാര് ഒരുത്തൻ ഒരു കല്ലെടുത്ത് ബസ്സിൽ എറിഞ്ഞാൽ ബാക്കി എല്ലാവരും എന്ത് ചെയ്തിരിക്കും? കല്ലെടുത്തിരിക്കും, എറിഞ്ഞിരിക്കും. അത് ഭയങ്കര ഹ്യൂമൻ മാസ് സൈക്കോളജിയാണ്. നമുക്ക് പ്രത്യേകിച്ച് ആൾക്കൂട്ടം വേറെ പറയാനുണ്ട്. ആൾക്കൂട്ടത്തിൽ കയറി പോകരുത് എന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ആൾക്കൂട്ടം എന്ന് പറയുന്നത് ബോധമില്ലാത്തതാ. ഒരാളൊന്ന് ചെയ്യുന്നു, ബാക്കി എല്ലാവരും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരാളിനെ ഈ സദാചാര കൊലപാതകം കേട്ടുണ്ടല്ലോ. ഒരാളിനെ ഒരുത്തെ അടിക്കുന്നു, ബാക്കി കൂടെ എല്ലാവരും കൂടെ അടിക്കുന്നു, മറ്റേ മരിക്കുന്നു. ഒരു കൊലക്കേസിൽ അവരെല്ലാം പിന്നെ ഭാഗ്യത്തിന് അമിതമായ എണ്ണ ഉള്ളത് കൊണ്ട് ചിലപ്പോഴന്മാർ കുറച്ച് സംഘടി ഇറങ്ങി ചിലപ്പോൾ ഫ്രീയായി പോകും. മനുഷ്യന് ബോധമില്ല എന്നുള്ളതിന് ഒരു തെളിവാണ്. അതുകൊണ്ടാണ് ഈ മുദ്രാവാക്യം വിളിക്കും, സിന്ദാബാദ് വിളിക്കും. ഇതിലെല്ലാം നമ്മൾ പോകുന്നത് നമുക്കെങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം, നമുക്കെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഗ്രൂപ്പിൽ ലയിക്കണം, നമുക്കെങ്ങനെയെങ്കിലും നമ്മളെ മറക്കണം. അങ്ങനെ നമ്മളെ മറന്ന് നമ്മൾ നേടുന്നതെന്തോ അതാണ് സാധാരണ സുഖം. നമ്മളെല്ലാവരും നേടുന്നത് ആ സുഖമാണ്. നമ്മൾ അന്വേഷിക്കുന്നതും ആ സുഖമാണ്. നമുക്ക് കിട്ടുന്നതും ഈ സുഖമാണ്. അതെ, പിന്നെന്താ? വേറെ ഏതെങ്കിലും ബാഹ്യമായ മരുന്നുപയോഗിച്ച് നമ്മളുടെ ബോധത്തിനെ മറയ്ക്കുമ്പോൾ കിട്ടുന്ന സുഖം, അത് നേരത്തെ പറഞ്ഞു. ഇനിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് ശരീരത്തിന് വേദന വന്നു, തലവേദന വന്നു. നമ്മളത് വെച്ചോണ്ടിരിക്കില്ല. പകരം നമ്മളൊരു ഗുളിക വാങ്ങിച്ച് കഴിക്കും. ആ ഗുളിക വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആ ഗുളികയുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ബോധത്തിന്റെ, അതാണ് സംഭവിക്കുന്നത്, ഈ വേദന വന്ന് തട്ടുന്ന ബോധഭാഗം മരവിക്കും. അങ്ങനെ വേദന വന്ന് തട്ടുന്ന ബോധഭാഗം മരവിക്കുമ്പോൾ നമ്മുടെ തലവേദന ആകില്ലാതാവും. അവിടെയും നമ്മൾ ശരിക്കും
മറക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഈ ഒരു ടെക്നിക്കാണ് മരുന്നിന്റെ കാര്യത്തിൽ വരുന്നത് പോലും. പിന്നെ ഇനി അപ്പുറത്ത് ആ മരുന്ന് വേറെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം, അതായത് നമ്മളുടെ ഈ ദുഃഖത്തിനെ, നമ്മുടെ ഏകാന്തതയെ, നമ്മുടെ വിഷമത്തെ നമ്മൾ മറക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം, അത് ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നു. ആ സുഖത്തിനെ നമ്മൾ സാധാരണ സുഖം എന്ന് വിളിക്കുന്നു. ഈ പറയുന്ന സുഖങ്ങൾ, ഇപ്പൊ സിനിമ കാണാൻ പോകുന്നു, നമുക്ക് വലിയ വിഷമത്തോടെ ഇരിക്കുന്നു, നമ്മൾ ഒരു സിനിമ കാണാൻ പോകുന്നു, നമ്മൾ സിനിമയിൽ ലയിക്കുന്നു, ആ സമയത്ത് നമ്മൾ നമ്മുടെ ദുഃഖത്തെ മറക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള സുഖങ്ങളെല്ലാം നേടുന്നത് നമ്മുടെ ദുഃഖത്തിനെ താൽക്കാലികമായി മറന്നുകൊണ്ടാണ്. ദുഃഖത്തിനെ മറന്നുകൊണ്ട്, തടഞ്ഞുകൊണ്ട് നമ്മൾ നേടുന്ന സുഖം. ഈ സുഖങ്ങളെ ഒരിക്കലും ആത്മസുഖമെന്നോ ആന്തരിക സുഖമെന്നോ ആനന്ദമെന്നോ വിളിക്കാൻ പറ്റില്ല. ഭഗവാന്റെ നാമം പറഞ്ഞ് നമ്മൾ അതിൽ ലയിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ശാന്തിയും സമാധാനവും കിട്ടും. ആ കിട്ടുന്നത് ആന്തരിക സുഖമാണ്. നമ്മൾ ഭജനയിൽ പങ്കെടുക്കുകയോ നേരിട്ട് പങ്കെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അത് ഹാജരായിരിക്കുകയോ ചെയ്ത് നമ്മൾ അതിൽ ലയിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനവും ശാന്തിയും കിട്ടുന്നുവെങ്കിൽ അത് ആന്തരിക സുഖമാണ്. അത് ഗുളിക കഴിച്ച് കിട്ടുന്നതല്ല, അത് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് കിട്ടുന്നതല്ല, അത് സിനിമ കണ്ട് കിട്ടുന്നതല്ല, മദ്യം കഴിക്കുമ്പോൾ കിട്ടുന്നതല്ല. അത് ഒരു ആന്തരിക സുഖമാണ്. അതായത് അതൊരു പോസിറ്റീവ് സുഖമാണ്, അത് അകത്തിൽ നിന്ന് വരുന്നതാണ്. അത് അങ്ങനെ രണ്ട് തരം സുഖമുണ്ട് എന്നാണ് ഈ പറയുന്നത്.